നോക്കൂ, എത്ര അപമാനകരമായ കാര്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. കാരണം മഹാത്മാവായ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കുട്ടികളെയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് വലിയ ആളുകൾ ഇത് കണ്ടിട്ട് ഫോട്ടോ എടുക്കുന്നു. ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്, കുറ്റകരമായ കാര്യമാണ്. കാരണം ഈ തലമുറയെ ഇതുപോലെ ഗാന്ധിജിയെ ഒന്നും അല്ലാതെ ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പൂണൂലും ഒരു ചെറിയ ഒരു മുണ്ടും ഒരു വടിയും കുത്തി നടന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇന്ത്യ മൊത്തം അലഞ്ഞതും വാങ്ങിച്ചു തന്ന ഇന്ത്യയുടെ മഹാത്മാവായ ഗാന്ധിജിയുടെ പ്രതിമയിൽ ചെയ്യുന്ന ഈ കുറ്റം ആർക്കും, ഇന്ത്യക്കാരനായ ഒരാൾക്ക് പൊറുക്കാൻ കഴിയുന്നതല്ല. ഇതുപോലെ ഇത് ചെയ്തിരുന്ന ആളുകളെ ശിക്ഷിക്കുകയും ഇതിന് നടപടിയെടുക്കുകയും വേണം. കാരണം ഇത് വേറൊരു പാർട്ടിയുടെ അജണ്ടയാണത്. അല്ലാതെ എന്താ ഇത് കാണിക്കുന്നത് കണ്ടില്ലേ. മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ സംരക്ഷിക്കുകയും അവരെ തെരുവുകൾക്ക് പേര് കൊടുക്കുകയും ഗാന്ധിജിയുടെ പേര് കൊടുക്കുകയും മ്യൂസിയത്തിൽ വരെയും ഈ ഗാന്ധിജിയുടെ പ്രതിമയെ ബഹുമാനിച്ച് നിർത്തുകയും ചെയ്തിട്ട് പോലും നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പുതുതലമുറയെ ഈ PM ശ്രീ എന്നൊക്കെ പറയുന്ന പാഠ്യ പദ്ധതിയിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ കൂടി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? തെറ്റല്ല ഇത്. ഇതിന് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാലും ഇതിന് ഒരു നടപടി എടുക്കണം. ഇങ്ങനെ ഇന്ത്യയെ അറിയാത്ത, ഗാന്ധിയെ അറിയാത്ത ഒരു ഇന്ത്യയായി മാറ്റും നമ്മുടെ ഇന്ത്യ. ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.